എന്തുകൊണ്ടാ ഇത്രയും കാലം ഈ സ്ഥലം ഞാൻ കണ്ടില്ല? അടിപൊളി, എന്ത് ടേസ്റ്റ് ആണ് ഇതിനൊക്കെ. ടോമി ടോമി ഡാ, ബെല്ലടിച്ചു, എല്ലാവരും പോയി. നീ ഇവിടെ കിടക്കാണോ? ഈ സമൂസ ഞാൻ ആർക്കും തരില്ല, ഇതെല്ലാം എനിക്കുള്ളതാ. സമൂസ എവിടെ? ഇത്രയും വലിയ സമൂസ. നിനക്കെന്താ വട്ടായോ? നീ എന്തൊക്കെയാ ഈ കാണിക്കുന്നേ? മുന്തിരിക്കുട്ട, നീ ആയിരുന്നോ? ഞാൻ കരുതി വലിയ സമൂസ ആണെന്ന്. സോറി. അടിപൊളി. എനിക്ക് നിന്നെ കാണുമ്പോഴൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തോന്നാറുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടോ? പറ. അതില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. ശ്രദ്ധിച്ചോളാം അണ്ണ. അതൊക്കെ പോട്ടെ, നീ വേഗം വാ, നമുക്ക് ക്യാൻറ്റീൻ അടയ്ക്കുന്നതിന് മുന്നേ ചൂട് സമൂസ പോയി തട്ടാം. അതിന് നിന്റെ കാശ് വല്ലതും ഉണ്ടോ? ഓ പിന്നെ, അല്ലെങ്കിൽ കാശുണ്ടായിട്ടല്ലേ നമ്മള് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാറ്. എന്നാലും ആ ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ ഇനി കണ്ടാൽ വിടില്ലട്ടോ. അങ്കിൾ, സമൂസ ഉണ്ടോ? ആദ്യം ഇതുവരെ കഴിച്ചതിന്റെ കാശിങ്ങെടുക്ക്, എന്നിട്ട് മതി അടുത്ത കഴിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ക്യാൻറ്റീൻ അങ്കിൾ നമ്മളെ കണ്ടാ വിടില്ലെന്ന്. പതുക്കെ, മിണ്ടാതിരിക്കി. എന്താണ് രണ്ടാളും ഒരു കുശുകുശുപ്പ്? അവൻ പറയാ ചേട്ടന് എന്ത് തങ്കപ്പെട്ട മനസ്സാണെന്ന്, അല്ലേടാ? അതെ അതെ. അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്ക് ഇതുവരെയുള്ള കഴിച്ചതിന്റെ കാശ് തരാതെ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും ഞാൻ തരില്ല. പൊക്കോണം എന്റെ മുന്നിൽ നിന്ന്. ഇതങ്ങനെ വിറ്റാ പറ്റില്ല, എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം. ഐഡിയ. അപ്പോ ഇതാണല്ലേ ഐഡിയ. അടിപൊളി. എന്റെ അമ്മേ, പാമ്പ്! ഇനിയാണ് കളി. നീ ഇത് പിടിച്ച് ഞാനൊരു വിസിലടിക്കും, അപ്പോൾ റിവേഴ്സ് ബട്ടൺ ഞെക്കിയാൽ മതി. ഓക്കേ, ഡൺ. പോയോ? എവിടെ പോയി? ഞാനിവിടെ ഉണ്ടടോ. അങ്കിൾ, എനിക്കൊരു സമൂസ തരോ? നീ ഇവിടെ നടക്കുന്നതൊന്നും കാണുന്നില്ലേ? ആ പാമ്പ് പോകാതെ ഞാൻ എങ്ങനാ നിനക്ക് സമൂസ എടുത്തു തരുക? നിനക്ക് പാമ്പിനെ പേടിയൊന്നുമില്ലേ? അതിനെ ഞാൻ ഓടിച്ചു തരാം, പക്ഷേ എനിക്കെന്ത് തരും? നിനക്ക് ഇവിടെയുള്ള മുഴുവൻ സമൂസയും തരാം, ഒറ്റ കാശ് തരണ്ട. ഉറപ്പാണോ? ഉറപ്പ്. അമ്മയാണേ സത്യം. വേഗം നോക്ക്. ടോമി, നീ ഒരു വീരൻ തന്നെ. ഇതൊക്കെ എന്ത് ക്യാൻറ്റീൻ അങ്കിൾ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. സമൂസ സമൂസ. ഇന്നുണ്ടാക്കിയ സമൂസ മുഴുവൻ കഴിഞ്ഞു ട്ടോ. ഇനി ചോദിക്കരുത്. താങ്ക് യു അങ്കിൾ. ഇങ്ങനെ കഴിച്ചാ വയറ് പൊട്ടിപ്പോവും. സത്യം, ഇങ്ങനെ കഴിക്കരുത് ട്ടോ. അമ്മേ, എനിക്ക് വയറുവേദനിക്കുന്നേ. അമ്മേ. ഗ്യാസ് കയറിയതാ. ഇനി കുറച്ചു കാലത്തേക്ക് ഇവന് കഞ്ഞി മാത്രം കൊടുത്താൽ മതി. വേറെ ഒന്നും കൊടുക്കണ്ട കേട്ടോ. ശരി ഡോക്ടർ. കഞ്ഞിയോ? കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ, തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കണ്ണീല കൺമശീട്ടത് ആരാ തത്തമ്മേ, എന്നാഴ കയ്യിൽ പാറി
ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. നെല്ലും പാലും പഴവും തന്നിടാം, എല്ലാം ഇഷ്ടം പോലെ ചെയ്തിടാം. നെല്ലും പാലും പഴവും തന്നിടാം, എല്ലാം ഇഷ്ടം പോലെ ചെയ്തിടാം. കൊച്ചോല ചുഞ്ചത്താൽ ഊഞ്ഞാലിലാട്ടിടാം, ചെഞ്ചായ ചുണ്ടത്താൽ മുത്തം ഞാനേകിടാം. കൊഞ്ചുന്നിൻ തത്തമ്മേ പാരൂ നീ, തഞ്ചത്തിൽ നെഞ്ചോരം പാടൂ നീ. തെങ്ങോലക്കൈയിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നില്ലിൻ പാടം കൊയ്യാൻ പോരാമോ? പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നില്ലിൻ പാടം കൊയ്യാൻ പോരാമോ? നെഞ്ചോരം കൂട്ടായി നീ പിന്നാരം മൂളൂലേ, ചെഞ്ചോര ചുണ്ടൽ നീ കുന്നെല്ലാം തിന്നൂലേ. മുത്തല്ലേ തത്തമ്മേ വന്നാട്ടെ, ആരോടും മിണ്ടാതെ പോവല്ലേ. തെങ്ങോലക്കൈയിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. തെങ്ങോലക്കൈയിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കരുനീല കൺമഷിയിട്ടത് ആരാ തത്തമ്മേ? വെൺവാഴക്കൈയും പാറി വായോ തത്തമ്മേ. എന്നോടാ ഇഷ്ടം കൂടാൻ പോന്നാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോലക്കൈയിലിരിക്കും കുഞ്ഞിത്തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. മുത്തശ്ശി മുത്തശ്ശി ഇന്ന് ഏത് കഥയാണ് പറയാൻ പോകുന്നത്? ഇന്ന് മുത്തശ്ശി ഒരു പാവം തത്തമ്മയുടെ കഥ പറഞ്ഞു തരാം. പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു തത്തമ്മ ജീവിച്ചിരുന്നു. തത്തമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ പിറന്നു. 2 പേരെയും പൊന്നു പോലെ നോക്കുമായിരുന്നു നമ്മുടെ തത്തമ്മ. ഒരു ദിവസം മൂങ്ങ സന്യാസിയെ കാണാൻ വേണ്ടി തത്തമ്മ വന്നു. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. നിനക്ക് 2 സുന്ദര പൊന്നോമനകൾ പിറന്നു അല്ലേ? അതെ, ആ സന്തോഷം അങ്ങയെ കൂടി അറിയിക്കാൻ വന്നതാണ്. എന്തായാലും സൂക്ഷിക്കണം. ആ പൊന്നോമനകൾ ദിവ്യശക്തിയുള്ളവരാണ്. അവരെ ഒരിക്കലും തനിച്ചാക്കി പോവരുത്. ആരെങ്കിലും അവരെ എടുത്താൽ പിന്നെ അവർക്കായിരിക്കും ആ ദിവ്യശക്തി അനുഭവിക്കാൻ കഴിയുക. എന്ത് ദിവ്യശക്തിയാണ് എന്റെ മക്കൾക്കുള്ളത്? അവരെവിടെ ഉണ്ടാവുമോ അവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ഇതെല്ലാം കേട്ട് പുറത്തൊരു കള്ള കുറുക്കൻ നിൽക്കുന്നുണ്ടായിരുന്നു. അയ്യടാ ഹുയ്യ, ഇതിപ്പോ തന്നെ രാജാവിനോട് പറഞ്ഞ് സ്വർണ്ണ നാണയങ്ങൾ തട്ടാം. കുറുക്കൻ സിംഹത്തിന്റെ അടുത്ത് പോയി കേട്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. എന്ത് ദിവ്യശക്തിയുള്ള കുഞ്ഞുങ്ങളോ? എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ എനിക്കതിനെ എത്തിച്ചു തരുക. അങ്ങനെ തത്തമ്മ ഇതൊന്നും അറിയാതെ മൂങ്ങ സന്യാസിയെ കണ്ടുവരുന്ന വഴി ഉൾക്കാട്ടിൽ പോയി തന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ശേഖരിച്ച് പറന്നു വന്നു. കുഞ്ഞുങ്ങളെ, എവിടെ നിങ്ങൾ? ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. അമ്മ എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന് നോക്കിയേ. പക്ഷെ കുഞ്ഞുങ്ങൾ വിളി കേട്ടില്ല. അവൾ വീട് മൊത്തം തിരഞ്ഞു. അവളുടെ 2 ചെറിയ കുഞ്ഞുങ്ങളെയും കാണാനില്ല. അവളുടെ കൂടിനു ചുറ്റും വീതിയേറിയ കാൽപ്പാടുകൾ അവൾ കണ്ടെത്തി. തന്റെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയത് കാട്ടിലെ രാജാവിന്റെ ശിങ്കിടിയായ കുറുക്കനാണെന്ന് അവൾക്ക് ഉറപ്പായി. അവൾ പേടിച്ചു പോയി.
അവൾ ധൈര്യം സംഭരിച്ച് തന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. അവൾ മാളത്തിലെത്തിയപ്പോൾ സിംഹത്തിന്റെ രോമമുള്ള കൈകളിൽ തന്റെ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്നത് കണ്ടു. സിംഹം അവരെ ഉപദ്രവിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അവൾ ധൈര്യം സംഭരിച്ച് രാജാവിനോട് ചോദിച്ചു, പ്രഭു, അത് എന്റെ കുഞ്ഞുങ്ങളാണ്. എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തിരികെ തരണം. നിന്റെ കുഞ്ഞുങ്ങളോ? എന്താണ് അതിന് തെളിവ്? കണ്ടില്ലേ, ഇവർ എന്റെ കൈകളിൽ കിടന്നുറങ്ങുന്നത്. ഇവർ എന്റെ കുഞ്ഞുങ്ങളാണ്. നിനക്ക് പോകാം. ഇത് കേട്ട തത്തമ്മയ്ക്ക് സങ്കടമായി. തത്തമ്മ തന്റെ മക്കളെ എങ്ങനെയെങ്കിലും ദുഷ്ടനായ രാജാവിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരെ കാണാൻ പോയി. അല്ല, ആരത്? തത്തമ്മയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ ആയല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. വാ, കയറിയിരിക്കി. ഇരിക്കാനൊന്നും സമയമില്ല. ഞാനൊരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ, എന്തു പറ്റി? തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. അല്ല, അത് പിന്നെ ഇതിലിപ്പോ ഞാനെന്ത് ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എന്റെ കൂടെ വന്ന് രാജാവിന്റെ കൂടെ ഉള്ളത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അയ്യടാ, എന്നിട്ട് വേണം എന്റെ തല പോകാൻ. നീ പോയേ വേറെ ആരെങ്കിലും നോക്ക്, ചെല്ലേ. ഇതും പറഞ്ഞ് കരടി വാതിലടച്ചു. ഇത് കേട്ടപ്പോൾ തത്തയ്ക്ക് സങ്കടമായി. പക്ഷേ അവൾ തളർന്നില്ല. അവൾ അവിടെ നിന്നും വീണ്ടും പറന്നു. അവൾ ആന, മാൻ, ഉറുമ്പുകൾ, തവളകൾ എന്നിവയുടെ അടുത്തേക്കൊക്കെ പോയി. പക്ഷെ സിംഹത്തിന്റെ മുന്നിൽ സത്യം പറയാൻ എല്ലാ മൃഗങ്ങളും ഭയപ്പെട്ടു. അവസാനം ക്ഷീണിച്ച തത്തമ്മ മുയലിന്റെ വീട്ടിലും എത്തി. അല്ല, ആരിത്? തത്തമ്മയോ? എന്താ വിശേഷിച്ച്? നീയും എന്നെ കൈവിടല്ലടാ. ഇനി പോകാൻ എനിക്കൊരു സ്ഥലവുമില്ല. എന്താടാ, എന്ത് പറ്റി? കരയാതെ കാര്യം പറയൂ. തത്തമ്മ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ. ബാക്കിയുള്ളവരോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. നീ ധൈര്യമായി ഇരിക്കി. മുയൽ വളരെ മിടുക്കനായിരുന്നു. അവൻ തന്റെ സുഹൃത്തിനെ സഹായിക്കാനുള്ള വഴി ആലോചിച്ചു. ഉടൻ ഫോൺ എടുത്ത് ഉറുമ്പുകളെ വിളിച്ചു. ഹലോ, ഇത് ഞാനാ, മുയൽ. ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് പോലെ അതങ്ങ് ചെയ്താ മതി. പറ മുയൽ ചേട്ടാ, നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? ഞങ്ങളെ ജീവൻ രക്ഷിച്ചു തന്ന ആളല്ലേ. പറയൂ ചേട്ടാ, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ വീടിന് മുകളിലല്ലേ സിംഹരാജാവിന്റെ വീട്? അതെ, നിങ്ങൾ സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഒരു ദ്വാരം കുഴിക്കണം. ആരും അറിയരുത്. അതാണോ? അതിനെന്താ ചേട്ടാ? അതൊക്കെയുണ്ട്. ഞാൻ വഴിയേ പറഞ്ഞു തരാം. പിന്നെ വിളിക്കാം. ഓക്കേ. അത് കഴിഞ്ഞ് മുയൽ കാട്ടിലെ എല്ലാ മൃഗങ്ങളോടും സിംഹത്തിന്റെ ഗുഹയ്ക്ക് പുറത്ത് ഒത്തുകൂടാൻ ആവശ്യപ്പെട്ടു. മൃഗങ്ങൾ ഒത്തുകൂടിയപ്പോൾ സിംഹം തന്റെ മാളത്തിൽ നിന്ന് 2 ചെറിയ കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങി. അവിടെ കൂടിയിരുന്ന മൃഗങ്ങൾക്ക് മുന്നിൽ തത്തമ്മ തന്റെ കഥ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, രാജാവിന്റെ പക്കലുള്ള ആ 2 കുഞ്ഞുങ്ങളും എന്റെയാണെന്നുള്ളത്. രാജാവ് അതിന് തെളിവും സാക്ഷികളും വേണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞാണെന്ന് സിംഹത്തോടൊന്ന് പറയണം, പ്ലീസ്. അവൾ ഓരോ മൃഗത്തിന്റെ അടുത്ത് ചെന്ന് സത്യം പറയണമെന്നും അത് രണ്ടും തന്റെ കുഞ്ഞുങ്ങളാണെന്ന് സിംഹത്തോട് പറയണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ ആരും അതിന് തയ്യാറായില്ല. എന്നാൽ അവൾ അവസാനമായി മുയലിനോടും ചോദിച്ചു. അവൻ ചെറിയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും രോമമുള്ള ഒരു മൃഗത്തിന് തൂവലുകളുള്ള കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഈ 2 ചെറിയ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിൽ തൂവലുകളുണ്ട്. എന്നാൽ സിംഹത്തിന്റെ ശരീരത്തിൽ രോമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ 2 കുഞ്ഞുങ്ങളും എന്റെ സുഹൃത്തായ തത്തമ്മയുടേതാണ്. ഇത് കേട്ട സിംഹം അലറി മുയലിനു നേരെ ചാടി. ഇത് കേട്ട മുയൽ തന്റെ സുഹൃത്തുക്കളായ ഉറുമ്പുണ്ടാക്കിയ കുഴിയിലേക്ക് ചാടി രക്ഷപ്പെട്ടു. മറ്റു മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഈ തക്കം നോക്കി തത്തമ്മ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് പറന്നുപോയി. എത്ര മൂടി വെച്ചാലും സത്യം ഒരു നാൾ മറ നീക്കി പുറത്തു വരും.
മണ്ണപ്പം ചുടുവാനും താപ്പാന കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. അമ്മ തന്നോട്ടം അതുപോലില്ല വേറൊരു നേട്ടം. അമ്മിന്നപ്പാലും തേൻമൊഴിപ്പാട്ടും മാറിൻ ചൂടിലെ താരാട്ടും എന്നെന്നും ഓർമ്മകളായി ചേരാനായി എന്നുള്ളിൽ നേരിൻ മൊഴികൾ നൂറുണ്ടേ. അമ്മക്കായി പകരം ഞാൻ എന്തെല്ലാം ചെയ്താലും ആവില്ലൊന്നും തുല്യമതായി. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. കണ്ണാരം പൊത്താനും മണ്ണപ്പം ചുടുവാനും താപ്പാന കളിക്കാനും എന്നമ്മ. ചിരിച്ചാലും ഞാൻ കരഞ്ഞാലും ഉമ്മയേകും തേനമ്മ. മാമുണ്ണാൻ മടിയുണ്ടെന്നാൽ കാക്കയും പൂച്ചയും ചൊല്ലിത്തീറ്റും. പുന്നാരം ചൊല്ലാനും കിന്നാരം കൂടാനും എന്നാരം കൂട്ടിരുണ്ടേ പൊന്നമ്മ. ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടി പൂന്തോട്ടത്തിലിരുന്ന് സല്ലപിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യം ലോക പ്രശസ്തി ആർജിക്കണം. അതിന് നാം ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് പ്രഭു? നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിഡ്ഢികളുണ്ട്. അവരെ നമ്മൾ കണ്ടുപിടിച്ച് തുറങ്കിലടയ്ക്കണം. അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജ്യം ബുദ്ധിയുള്ളവർ മാത്രമായി മാറും. രാജ്യം ലോക പ്രശസ്തി ആർജിക്കുകയും ചെയ്യും. ഇത് കേട്ട മന്ത്രിക്ക് പറയാൻ വാക്കുകളുണ്ടായിരുന്നില്ല. പ്രഭു, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ? മന്ത്രി, ഇനി ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. നാം തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ രാജ്യത്തിലെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് പ്രഭു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മന്ത്രി രാജ്യത്തെ ഏറ്റവും മോശമായ 4 വിഡ്ഢികളെ കണ്ടുപിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു. മന്ത്രി ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഒരാൾ കിണറിൽ നിന്നും വെള്ളം കോരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ അയാൾ ഓട്ടയുള്ള പാളയിലായിരുന്നു വെള്ളം കോരിക്കൊണ്ടിരുന്നത്. പാള മുകളിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളം മുഴുവൻ ചോർന്നു പോയിട്ടുണ്ടാവും. ഇത് കണ്ട് മന്ത്രി അയാളോട് ചോദിച്ചു, ഹേയ്, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ആ പാള മാറ്റി കെട്ടു. വെള്ളം മുഴുവൻ കിണറ്റിലേക്ക് തന്നെയല്ലേ പോകുന്നത്? നിങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഏയ്, അതിനൊന്നും നേരമില്ല. മുതലാളി വേഗം 2 കുടം വെള്ളം കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ, എനിക്ക് എന്റെ ആദ്യത്തെ വിഡ്ഢിയായി. നിങ്ങൾ എന്നോടൊപ്പം കൊട്ടാരം വരെ ഒന്ന് വരണം. ഏയ്, ഇല്ലില്ല, പറ്റില്ല. കണ്ടില്ലേ, എനിക്ക് 100 കൂട്ടം പണിയുണ്ട്. ഇത് കഴിഞ്ഞ് കോഴിയെ കുളിപ്പിക്കണം. മുതലാളി അറിഞ്ഞാൽ എനിക്ക് ചീത്ത കേൾക്കും. ഞാൻ വരില്ല. രാജാവാണ് നിങ്ങളോട് കൊട്ടാരത്തിലേക്ക് വരാൻ കൽപ്പിച്ചിട്ടുള്ളത്. രാജാവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ അറിയാമല്ലോ. അങ്ങനെ അയാൾക്ക് മന്ത്രിയുടെ കൂടെ കൊട്ടാരത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് പോകും വഴി ഒരാൾ കുതിരപ്പുറത്ത് ഇരുന്നു കൊണ്ട് ഒരു ഭാണ്ഡക്കെട്ട് തലയിൽ ചുമന്നു പോകുന്നത് കണ്ടു. ഹേ, ഒന്ന് നിർത്തൂ. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? പട്ടണത്തിലേക്കാണ്. എന്താണ് ഈ തലയിലുള്ള ഭാണ്ഡക്കെട്ടിൽ? അലക്കി വൃത്തിയാക്കിയ തുണികളാണ്. അതെന്തിനാണ് നിങ്ങൾ ചുമക്കുന്നത്? കുതിരയുടെ പിറകിൽ വെച്ച് കെട്ടിയാൽ പോരെ? എന്റെ കുതിര ഒരു പെൺകുതിരയാണ്. അവൾ ഗർഭിണിയാണ്. ഈ പാവം മൃഗത്തെ ഇത്രയും വലിയ ഭാരം ചുമക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞാൻ ആ ഭാരം എന്റെ ചുമലിൽ വെച്ചു. അപ്പോൾ അതിന് എന്റെ ഭാരം മാത്രം ചുമന്നാൽ മതിയല്ലോ. നിങ്ങൾ കുതിരപ്പുറത്ത് ഇരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ തോളിലായാലും കുതിരയുടെ പിറകിലായാലും ഭാരം തുല്യമായിരിക്കും. രണ്ടും നിങ്ങളുടെ ഈ കുതിര തന്നെയാണ് ചുമക്കുന്നത്. എന്നാൽ പകുതി ഭാരം സ്വന്തം ചുമലിൽ വഹിക്കുകയാണെന്ന് ആ മനുഷ്യൻ വാശി പിടിച്ചു. ഇതാ മറ്റൊരു വിഡ്ഢി. എന്തായാലും വരൂ, നമുക്ക് രാജാവിനെ ഒന്ന് പോയി കാണാം. അങ്ങനെ എല്ലാവരും കൂടി രാജാവിനെ കാണാൻ വേണ്ടി യാത്ര തിരിച്ചു.
വിഡ്ഢികളെ രണ്ടുപേരെയും മന്ത്രി രാജാവിന് മുന്നിൽ ഹാജരാക്കി. പ്രഭു, ഇതാ നിങ്ങൾ പറഞ്ഞ വിഡ്ഢികൾ. ഞാൻ താങ്കളോട് 4 വിഡ്ഢികളെ കൊണ്ടുവരാനല്ലേ ആവശ്യപ്പെട്ടത്? എവിടെ ബാക്കി 2 4 വിഡ്ഢികളിൽ 2 പേര് ഇവിടെ തന്നെ ഉണ്ട് പ്രഭു. ഇവിടെയോ? എവിടെ? നാം കാണുന്നില്ലല്ലോ. അറിയുന്നത് കൊണ്ടൊന്നും തോന്നരുത് പ്രഭു. 3-ാമത്തെ വിഡ്ഢി താങ്കൾ തന്നെയാണ് രാജാവേ. വിഡ്ഢികളെ കാണാൻ ഒരു വിഡ്ഢിക്കല്ലാതെ വേറെ ആർക്കാണ് താല്പര്യമുണ്ടാവുക? ഒരു ജ്ഞാനിയായ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിൽ ജ്ഞാനികളുണ്ടോ എന്ന് വേണം ആദ്യം അറിയാൻ. പിന്നെ ഞാൻ 4-ാമത്തെ വിഡ്ഢിയാണ്. ഞാൻ നിങ്ങളുടെ വിഡ്ഢിത്തമായ കൽപ്പനകൾ കേൾക്കുകയും അവ നടപ്പിലാക്കാൻ സമയം പാഴാക്കുകയും ചെയ്യുന്നു. ഒരു വിഡ്ഢി മാത്രമേ വിഡ്ഢിയുടെ കൽപ്പനകൾ അനുസരിക്കുകയുള്ളൂ. അത് എന്നെ 4-ാമത്തെ വിഡ്ഢിയാക്കുന്നു. ഇത് കേട്ട് രാജാവ് ചിരിച്ചു. രാജാവിന്റെ വിഡ്ഢിത്തമോർത്ത് രാജാവ് പശ്ചാത്തപിച്ചു. അങ്ങനെ മന്ത്രിയുടെ ബുദ്ധി വീണ്ടും തിളങ്ങി. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങ് വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങ് വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. പൂന്തേനുണ്ണാൻ എന്നെ കൂടെ കൂട്ടാമോ? പൂങ്കാറ്റിൽ ഓടിച്ചാടി പാറാൻ കൂട്ടാമോ? പൂന്തേനുണ്ണാൻ എന്നെ കൂടെ കൂട്ടാമോ? പൂങ്കാറ്റിൽ ഓടിച്ചാടി പാറാൻ കൂട്ടാമോ? ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങ് വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. കുഞ്ഞായ നാളിൽ നിന്നെ പുഴുവായി കണ്ടല്ലോ, കുഞ്ഞാറ്റക്കുട്ടിനുള്ളിൽ തൂങ്ങിയുറങ്ങിയല്ലോ. കുഞ്ഞായ നാളിൽ നിന്നെ പുഴുവായി കണ്ടല്ലോ, കുഞ്ഞാറ്റക്കുട്ടിനുള്ളിൽ തൂങ്ങിയുറങ്ങിയല്ലോ. പിന്നൊരു നാളിൽ ചിറക് മുളച്ചിലേ, പിന്നൊരു നാളിൽ ചിറക് മുളച്ചിലേ. കിന്നാരം ചൊല്ലാൻ പൂക്കളിലൊക്കെ ഇറങ്ങിയില്ലേ, കിന്നാരം ചൊല്ലാൻ പൂക്കളിലൊക്കെ ഇറങ്ങിയില്ലേ. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങു വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. മിന്നായെപ്പോലെ നീ പൂവിലിരുന്നിട്ട്, പൊന്നാരം ചൊല്ലി പാറി പൂമ്പൊടി തിന്നിട്ട്. മിന്നായെപ്പോലെ നീ പൂവിലിരുന്നിട്ട്, പൊന്നാരം ചൊല്ലി പാറി പൂമ്പൊടി തിന്നിട്ട്. പൊന്നേ നീ ജീവിത നാളുകൾ തീർത്തിട്ട് എന്നെ കരയിച്ച് പോകുന്നതെങ്ങോട്ട്? കിന്നാരം ചൊല്ലി എന്നുടെ കൂടെ പാടാൻ വാ, കിന്നാരം ചൊല്ലി എന്നുടെ കൂടെ പാടാൻ വാ. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങു വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. ഒന്നാനാം കുന്നിൻ മേലെ പാറും പൂമ്പാറ്റേ, ഒന്നിങ്ങു വന്നേ ഞാനൊരു കാര്യം ചൊന്നോട്ടെ. പൂന്തേനുണ്ണാൻ എന്നെ കൂടെ കൂട്ടാമോ? പൂങ്കാറ്റിൽ ഓടിച്ചാടി പാറാൻ കൂട്ടാമോ? പൂന്തേനുണ്ണാൻ എന്നെ കൂടെ കൂട്ടാമോ? പൂങ്കാറ്റിൽ ഓടിച്ചാടി പാറാൻ കൂട്ടാമോ? ലല്ലലാലാലാ, ലാലാലാലാലാ, ലല്ലലാലാലാ, ലാലാലാലാലാ. ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്.
പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. അയ്യോ അമ്മേ, പ്രേതം! ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. ഹഹാ, പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്. അല്ലേ ജോമി? ഡൺ. ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാൽ അച്ഛൻ ഒരു കഥ പറ. ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. എന്ത്? നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുമെന്നോ? അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. ആ, വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ.